നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ISROയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം SSLV D3 വിക്ഷേപണം വിജയം. EOS-08 ബഹിരാകാശത്തെത്തിച്ചു. ശ്രീഹരിക്കോട്ട ISRO വിക്ഷേപണ വാഹനമായ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് SSLV D3 വിക്ഷേപിച്ചത്. ഭൗമനിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമായ EOS-08 SSLV ബഹിരാകാശത്ത് എത്തിച്ചു. വിക്ഷേപണത്തിന് 3 ഘട്ടവും വിജയകരമാണെന്ന് ISRO അറിയിച്ചു. ഇതോടെ EOS-08 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ ISROയ്ക്കായി. ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ EOS-08 ISRO ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഏകദേശം 13 മിനിറ്റ് സമയം കൊണ്ട് വിക്ഷേപണം പൂർത്തിയായി. കാലാവസ്ഥാ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും EOS-08 വിവരങ്ങൾ നൽകാൻ കഴിയും. പകൽ രാത്രി വ്യത്യാസമില്ലാതെ EOS-08 പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൗമ നിരീക്ഷണത്തിന് ഏറെ സഹായകമാകും എന്ന് കണക്കാക്കപ്പെടുന്നു. 1 വർഷത്തെ ദൗത്യ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. SR-0 എന്ന ഡെമോസാറ്റിനെയും റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. SSLV എന്ന ഇസ്രോയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനത്തിന്റെ 3ാമത്തെ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. ദൗത്യ വിജയത്തോടെ SSLV വികസനം പൂർത്തിയായതായി ഇസ്രോ ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ഇനി വിക്ഷേപണ വാഹന നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും ഇസ്രോ ചെയർമാൻ അഭിനന്ദിച്ചു.